പിശാചിനോട് നമുക്ക് എതിർത്ത് നിൽക്കുവാൻ കഴിയുള്ളൂ. എന്താ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ച അസത്യം നമ്മുടെ നാവിൽ വരാൻ പാടില്ല. ഭോഷ്ക് പറയരുത്, കള്ളം പറയരുത്. ദൈവത്തിന് തീരുമാനമെടുക്കണം. എല്ലാവരും പദവ്രതയാണെന്നോ വിശുദ്ധരാണെന്നോ പൂർണ്ണനാണെന്നോ ഒന്നും ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നില്ല. അപൂർണതകൾ ജീവിതത്തിലുണ്ട്. ജീവിതത്തിൽ തെറ്റുകൾ വരാം. പ്രിയപ്പെട്ടവരെ, ആ തെറ്റിൽ തുടർമാനമായി മുന്നോട്ട് പോവുകയല്ല പ്രത്യുത. ആ തെറ്റിൽ മനസ്സിലാക്കിക്കൊണ്ട് മടങ്ങി വന്ന് കർത്താവിന് വേണ്ടിയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഭോഷ്ക് എന്ത് ചെയ്യരുത്, പറയരുത്. കർത്താവിന് സ്തോത്രം. സത്യം മാത്രം നമ്മുടെ മുന്നിൽ കഴിവുള്ളിടത്തോളം നമ്മൾ സത്യം സംസാരിക്കുവാനായിട്ട് ശ്രമിക്കണം. എല്ലാവർക്കും ഈ പ്രസംഗിക്കുന്ന ഇതിലൂടെ എന്നെ ഉൾപ്പെടെ ഞാൻ പറയാം, ഈ പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ എല്ലാ സമയത്തും സത്യസന്ധനായിട്ടൊന്നും അല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷേ നമ്മൾ ജീവിക്കുവാൻ എന്ത് ചെയ്യണം പറഞ്ഞാട്ട് നമ്മൾ ശ്രദ്ധിക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. വൃക്ഷത്തെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഫലം കൊണ്ടാണ് തിരിച്ചറിയുന്നത്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരൊക്കെ എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കി, എന്റെ നാമത്തിൽ അവർ പ്രവചിച്ചു, എന്റെ നാമത്തിൽ അത് ചെയ്തു, ഇത് ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. ഉറങ്ങരുത്. ഞായറാഴ്ചയെങ്കിലും ഉറങ്ങല്ലേ, അല്ലാത്ത ദിവസമല്ല ഉറക്കോ. ഞായറാഴ്ചയെങ്കിലും ഉറങ്ങരുത്. കർത്താവിന് സ്തോത്രം ചെയ്ത് പണ്ട് ഞാൻ ഓർപ്പിച്ച പോലെ തന്നെ അവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്, ഗുരുതരമായ പ്രശ്നം ഉണ്ടാകും. ദൈവവചനം കേൾക്കുമ്പോൾ രാത്രിയോടുകൂടിയും ഉണർവോടുകൂടിയും അവൻ ദൈവസ്ഥയിൽ ഇരിക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതായത് നമ്മുടെ ജീവിതം കൊണ്ടാണ് എങ്ങനെ അത് ഫലം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മളെ തിരിച്ചറിയുന്നത്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഫലം കൊണ്ടാണ് തിരിച്ചറിയുന്നത്. നമ്മുടെ സംസാരം, നമ്മുടെ ഇടപാടുകൾ, ഒരുവനോട് ഒരുവൻ സംസാരിക്കുമ്പോൾ അവരെ ഇടപാട് കൊണ്ടും ഫലം കൊണ്ടും അതെങ്ങനെ തിരിച്ചറിയുന്നത്? വൃക്ഷത്തെ എങ്ങനെ തിരിച്ചറിയുന്നത്? ഫലം കൊണ്ട്. പണ്ടൊരു അമ്മ ചെന്നി ഭാഷ പറഞ്ഞ് ഓർക്കുന്നുണ്ട്. കൊട്ടപ്പ 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 നമ്മ ചെന്നി ഭാഷ പറയുക. കൊട്ടപ്പ 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 നമ്മ ചെന്നിയാശ പറയുക. സ്തോത്രം. അവസാനം അമ്മച്ചി കൊട്ടപ്പാക്ക് ഇതിന് നമ്മച്ചിയായിരുന്നു. കൊട്ടപ്പാക്കടി. കൊട്ടപ്പാക്ക് എന്ന് പറഞ്ഞാൽ അറിയാം, ഉണങ്ങിയ പാക്ക്. ചെന്നി ഭാഷ പറയുകയും ചെയ്യും, ഉണങ്ങിയ പാക്ക് തിരിഞ്ഞു ചെയ്യും. കർത്താവ് സ്തോത്രം ചെയ്ത് മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഞാൻ അമ്മച്ചിയുടെ ജീവിതം തന്നെയാണ് കൊട്ടപ്പാക്ക് കൊട്ടപ്പാക്ക് എന്ന് പറയുന്നത്. അത് വായിൽ കൂടി അത് പുറത്ത് വരുവാൻ വിചാരിച്ചിരുന്നു. ഞാൻ പറഞ്ഞു വന്നതിനർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ഫലം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. പത്രോസ് 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതവും നീക്കണം, വ്യാജഭാവവും അസൂയയും എല്ലാ ചതവും. ആരെയും ചതിക്കരുതെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. സ്തോത്രം ചെയ്തു. ബ്രോക്കർ കച്ചവടം ചെയ്യുന്നവരുണ്ട്. പെന്തിക്കോസ്തുകാർ നല്ലൊരു ശതമാനം, എല്ലാവരെയും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. ബ്രോക്കർ കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കി ഇരട്ടിക്കാശ് അവരോടും പറഞ്ഞ് ഇവരോടും പറഞ്ഞ് എന്നിട്ട് വന്നിരുന്ന് സ്തോത്രം ഭയങ്കര ആരാധിക്കുന്നവരെ എനിക്കറിയാം. കർത്താവ് പാസ്റ്റർമാർ ബ്രോക്കർ പണി ചെയ്യുന്നവരുണ്ട്. കർത്താവിന് വസ്തു കച്ചവടം ചെയ്യുന്നവരുണ്ട്. വസ്തു വിൽപ്പന കച്ചവടം ഇരട്ടി വിൽക്കുന്നവരുണ്ട്. ഇവരെല്ലാം പോകുന്നത് ഭയാനകരമായ കൂരിരുട്ടിലേക്ക് ഇവർ ചെന്ന് പതിക്കും എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു സ്തോത്രം പറഞ്ഞേ വന്നേ. കർത്താവിന് സ്തോത്രം. നിങ്ങളുടെ ഏകാഗ്രത വിട്ടുപോകരുത്. അതുകൊണ്ട് സ്തോത്രം എന്താ എഴുതിയിരിക്കുന്നത്? എല്ലാ ചതവും, പിന്നെ വ്യാജഭാവവും, അസൂയ. അവരനുണ്ടാകുന്ന എന്തെങ്കിലും നന്മകളിൽ നമ്മുടെ ജീവിതത്തിൽ അസൂയ. ഒരുവൻ നല്ലൊരു ഭവനം പണിത് കഴിഞ്ഞാൽ സ്തോത്രം പറയണം. പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? മക്കളെ, നല്ലൊരു വാഹനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളുകൊണ്ട് പ്രാകരുത്. നല്ലൊരു ഭവനം വെച്ച് കഴിഞ്ഞാൽ ഉള്ളുകൊണ്ട് എന്ത് ചെയ്യരുത്? സ്തോത്രം ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യരുത്? അസൂയപ്പെടരുത്. ഒരുവനൊരു നല്ല ഭവനം എടുത്തു കഴിഞ്ഞാൽ, നല്ലൊരു വസ്ത്രം അണിയിച്ചു കഴിഞ്ഞാൽ, വസ്ത്രം അണിഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും അസൂയപ്പെടരുത്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ഒരു പഴച്ചൊല്ലുള്ളത് പോലെ അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ലെന്ന് പറഞ്ഞതുപോലെ എല്ലാ അസൂയയും, പത്രോസ് പറയുന്നത് എല്ലാ അസൂയയും വ്യാജഭാവവും നുണയും, ഒരു പ്രത്യേക പദം, സത്യമെന്ന അരക്കെട്ട്, ഇതൊക്കെ ജീവിതത്തിൽ നീക്കിക്കളയാതെ നമ്മളിനി എന്തെല്ലാം അന്യഭാഷ പറഞ്ഞാലും കരവൊളിച്ചാലും പാട്ടുപാടിയാലും ദൈവത്തിന് പ്രസാദമില്ല. ദൈവം പ്രസാദിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, ഒന്നുകൂടി ആവർത്തിച്ച് പറയാം. IPC ഒരു അമ്മാവ പിണങ്ങി ചച്ചകോടി പറഞ്ഞു. ഞാൻ മുമ്പായിരുന്നൊരു സഭയാ. അമ്മാമയ്ക്ക് അമ്മ ഇട്ട പേര് നീന്തല അമ്മാമ്മ. നീന്തല അമ്മാമ്മ എന്ന അമ്മാമ്മയുടെ പേര്. IPC പിണങ്ങി അമ്മാവ ചർച്ചകോടി വന്നു. IPC പിണങ്ങാണ്ട് കാര്യത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിച്ച് പറയാം. അവിടെ മാസയോഗത്തിന് സ്തോത്രം ചെയ്ത് എല്ലാവരും കൂടെ ഭക്ഷണം പാകം ചെയ്ത സമയത്ത് സ്തോത്രം വലിയ ചൂര മേടിച്ചു മീൻ കറി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങ് മാസയോഗത്തിന്റെ തലേന്ന് സ്തോത്രം എല്ലാവരും കൂടെ ചേർന്ന് നീന്തലക്കറി കൂട്ടി കപ്പയും സ്തോത്രം, അതായത് കപ്പയും നീന്തലക്കറിയും കൂടെ കൂട്ടി ഒരു നല്ല ഒരു വിഭവസമൃദ്ധം അവർക്ക് നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചപ്പോൾ അമ്മാമ്മയ്ക്ക് നീന്തല കിട്ടാത്തത് കൊണ്ട് പിണങ്ങി ഞാൻ മുമ്പായിരുന്ന ചർച്ചകോടിലേക്ക് അമ്മാമ്മ. അതുകൊണ്ട് അമ്മാമ്മയ്ക്ക് വീണ പേര്
നീന്തലെ അമ്മാമയെന്ന് അമ്മാമയ്ക്ക് പേര് വിളിക്കുവാൻ ഇടയായിട്ട്. ഇനി എവിടെ ചെന്നാൽ ആ പേരെന്ത് ചെയ്യില്ല, മാറുകയില്ല. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നതിന് ആ ആശയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ജീവിതം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദകരമായി തീരണം. സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കരുത്. ഏക മനസ്സിലും ഏക ഹൃദയത്തിലും നിങ്ങളായിരിക്കണമെന്ന് പൗലോസ് വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രബോധിപ്പിക്കുന്നുണ്ട്. സ്തോത്രം ചെയ്യുന്നു. 17-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? യഹോവേ, ന്യായത്തെ കേൾക്കണമേ. 17-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം കഴിഞ്ഞ ദിവസം പറഞ്ഞു, എന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എന്റെ പ്രാർത്ഥന എന്ത് ചെയ്യണം? എന്റെ പ്രാർത്ഥന എന്ത് ചെയ്യണം? അപ്പൊ നമ്മുടെ നാവിൽ കപടമില്ലാതെ പ്രാർത്ഥിക്കണം. അതോ ഇങ്ങനെ നോക്കിയാൽ സ്തോത്രം 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 സ്തോത്രം. ആമേൻ. നദനയിൽ കുഞ്ഞിനെ കരങ്ങൾ എടുത്തുകൊണ്ട് പറഞ്ഞ വാക്കാരെങ്കിലും പറയാമോ? പറഞ്ഞേ. നദനയിൽ കുഞ്ഞിനെ കരങ്ങൾ എടുത്തുകൊണ്ട്, യേശുവിനെ കരത്തിലെടുത്തുകൊണ്ട് പറഞ്ഞ കാര്യം എന്തുവാ? യേശു നദനയിലെ കുറിച്ച് പറഞ്ഞ കാര്യം എന്തുവാ? നദനയിൽ യേശുവിനെ കുറിച്ച് പറഞ്ഞ കാര്യം എന്ന് പറയാമോ? ഇതാ സാക്ഷാൽ ഇസ്രായേലി, ഇവരിൽ എന്തില്ല പറഞ്ഞാട്ട്? കപടമില്ല. കപടമില്ലാത്ത ജീവിതവും സത്യസന്ധമായ ജീവിതവും നയിച്ചെങ്കിൽ മാത്രമേ പ്രിയപ്പെട്ടവരെ നമുക്ക് സ്വർഗത്തിൽ ചെന്ന് അത് എത്താനായിട്ട് പറ്റുകയുള്ളൂ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം അവൻ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം, നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം അവിടെയാണ്. അവിടെ പോകണം. കർത്താവേ സ്തോത്രം. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എന്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, ഭാഗ്യനാട്ടിൽ ചെന്ന് ശുദ്ധരോട് യേശുവേ. ഉണ്ടോ? നമ്മളെവിടെ പോകാനുള്ളവരാണ്? ഭാഗ്യനാട്ടിൽ പോകാനുള്ളവരാണ്. ഭാഗ്യനാട്ടിൽ ചെന്ന് ശുദ്ധരോടൊത്ത് നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കേണ്ട സമയമല്ലേ? ഭയങ്കര സന്തോഷിക്കേണ്ട സമയമാണ്. ഞാൻ പറയട്ടെ, നമ്മുടെ നാവ് എങ്ങനെയായിത്തീരണം? സത്യമെന്ന് അരക്കെട്ടുണ്ടെങ്കിൽ മാത്രമേ ആരോട് ജയിക്കാൻ പറ്റുകയുള്ളൂ. പിശാചിനോട് നമുക്ക് ജയമെടുക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ നാവ് കൊണ്ട് പറയുന്ന എല്ലാം പ്രഹസനങ്ങളും പ്രകടനങ്ങളുമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചല്ലോ. അതായത് കപടം എന്നുള്ളതിന്റെ ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത് ഹൂപ്പോക്രിസിസ് എന്നൊരു വാക്ക്. ഹൂപ്പോക്രിസിസ് എന്നൊരു വാക്ക്. ആ വാക്കിനർത്ഥം നിങ്ങൾ ശ്രദ്ധിച്ച് എന്നെ നോക്കിയ നാടക നടൻ എന്നാണ് വാക്ക്. അത് അഭിനയിക്കുന്നവൻ, നാടക നടൻ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചൊന്നുകൂടി ആവർത്തന വിരസതയല്ല, അഭിനയിക്കുന്ന വ്യക്തികളെ കുറിച്ച് അറിയാം. നോക്കിയാട്ട് അഭിനയിക്കുന്ന വ്യക്തികളെ കുറിച്ച് അറിയാം. എങ്ങനെ അഭിനയിക്കുന്നത്? ഒരു മനുഷ്യൻ അഭിനയിച്ചു കഴിഞ്ഞാൽ, ഒരു സിനിമാ നടൻ അവൻ അഭിനയിക്കുന്നത് ഒറിജിനാലിറ്റി അവൻ എടുത്തു കാണിക്കല്ലേ. അവൻ ഒറിജിനൽ പോലെയാണ് എന്ത് ചെയ്യുന്നത്? ശരിയല്ലേ? അവൻ അഭിനയിച്ച് കാണിക്കുന്നത്. സ്തോത്രം ചെയ്യുന്നു. അവൻ അഭിനയമാണ്, പക്ഷെ അത് ഒറിജിനൽ അല്ല. പക്ഷെ എന്തുവാ? ഒറിജിനൽ പോലെ നമ്മൾ അഭിനയിക്കുകയല്ല. പ്രത്യുത നമ്മുടെ കർത്താവ് ഒറിജിനലാണ്. അവര് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അവൻ അഭിനയിച്ച് കാണിക്കുമ്പോൾ നമ്മൾ എങ്ങനായി തീരരുത്? അഭിനയിച്ച് ക്രിസ്തീയ ജീവിതം ഇങ്ങോട്ട് നോക്കിയാട്ട്, ക്രിസ്തീയ ജീവിതം അഭിനയമല്ല, അനുഭവമാണ്. ക്രിസ്തീയ ജീവിതം ഒരിക്കലും അഭിനയിക്കരുത്. ഞാൻ പറഞ്ഞത് സ്തോത്രം കൊടുത്താൽ എന്ത് ചെയ്യരുത്? നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ സ്തോത്രം കൊടുക്കാൻ പോകരുതെന്ന് എൻ്റെ അഭിപ്രായം. സ്തോത്രം വിശുദ്ധ ധൂപനം കൊടുത്താൽ അതിന് ആത്മാർത്ഥമായി കൊടുക്കണം. ഒരാളോട് ചിരിച്ചാൽ ആത്മാർത്ഥമായി ചിരിക്കണം. പണ്ടൊരച്ചാൻ പറഞ്ഞ പോലെ സ്തോത്രം ചെയ്യുന്ന പുള്ളി ഒരു ഫ്രണ്ട് ഭാഗത്ത് ഒരു പല്ല് പൊഴിഞ്ഞു പോയി. പുള്ളി സ്വർണ്ണപ്പല്ല് ഫിറ്റ് ചെയ്തു. സ്വർണ്ണപ്പല്ല് ഫിറ്റ് ചെയ്തിട്ട് പുള്ളിക്ക് ആ പല്ലൊന്ന് കാണിക്കണം. അതുകൊണ്ട് മറ്റുള്ളവരോട് മലക്കറിക്കടയിൽ ചെന്നിട്ട് സ്തോത്രം ചെയ്യുന്നു, പുള്ളി പച്ചിഞ്ചി ഉണ്ടോ പുള്ളിക്ക് പല്ലൊന്ന് കാണിക്കണം. കർത്താവിന് സ്തോത്രം. ഞാൻ ഫിറ്റ് ചെയ്ത സ്വർണ്ണപ്പല്ലൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി പച്ചിഞ്ചി ഉണ്ടോ ഇങ്ങനെ കാണിച്ചു. കർത്താവിന് സ്തോത്രം ചെയ്യും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പ്രിയപ്പെട്ടവരെ അഭിനയിക്കുകയല്ല. പ്രത്യുത നമ്മൾ എന്തായി തീരണം? അനുഭവിക്കുന്നവരായി, ജീവിതമുള്ളവരായിട്ട് മാറണം. നാടക നടന്മാരെ പോലെ, സിനിമാ നടന്മാരെ പോലെ ക്രിസ്തീയ ജീവിതം അഭിനയമല്ല. പ്രത്യുത ഇതൊരു അനുഭവമാണ്. എത്രയോ വചനം കേട്ടത്, വർഷങ്ങളായി ഞാൻ വചനം കേട്ടതാണ്. ഈ ഒരു അനുഭവത്തിൽ കൂടി നമ്മൾ ആയിരിക്കാതെ, കഴിഞ്ഞ ദിവസം ഒന്നുകൂടി ആവർത്തിച്ച് പറയാൻ ആവർത്തന വിരസതയല്ല. പണ്ടൊരു പുരോഹിതൻ പള്ളിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ആവൽക്കാരിയായ ഒരു ചെറിയ മാംസ കഷ്ണത്തെ കുറിച്ച് അദ്ദേഹം പറയും. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ആവൽക്കാരിയായ ഒരു മാംസ കഷ്ണത്തെ കുറിച്ച് അദ്ദേഹം പറയും. സ്തോത്രം ചെയ്യുന്നു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ആവൽക്കാരിയായ ഒരു മാംസ കഷ്ണമുണ്ട്. പറയാം നിങ്ങൾക്ക്. സ്തോത്രം. പുരുഷന്മാർ വിളറാൻ തുടങ്ങി, സ്ത്രീകൾ ലജ്ജിക്കുവാൻ തുടങ്ങി. കർത്താവ് സ്തോത്ര പുരോഹിതൻ പറഞ്ഞ് പറയട്ടെ, സദസ്സ് പൂർണ്ണമായി നിശബ്ദമായ ആ സന്ദർഭത്തില് താൻ തൊട്ട് കാണിച്ചു, തന്റെ നാക്കിനെ തൊട്ട് കാണിച്ചുകൊണ്ട് പറഞ്ഞു, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ആവൽക്കാരിയായ ഒന്നാണ് ഏത്? ഒരുമിച്ച് പറഞ്ഞാട്ട്
നാവ്. സ്തോത്രം ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? 3 ഇഞ്ച് നീളമുള്ള നാവിന് 6 അടി പൊക്കമുള്ള മനുഷ്യനെ കൊല്ലാൻ കഴിയും. സ്തോത്രം ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ സത്യം സംസാരിച്ചുകൊണ്ട് പിശാചിനോട് നമ്മൾ ഫൈറ്റ് ചെയ്യണമെങ്കിൽ, അല്ലാതെ സാത്താനെ തുപ്പിയാലും സാത്താനൊന്നും നമ്മൾ വിട്ടുപോവുകയില്ല. മനസ്സിലാവുന്നോ ഞാൻ പറഞ്ഞത്? സ്തോത്രം. പണ്ടൊരാളിന് പിശാചിനെ പുറത്താക്കിയപ്പോൾ വെപ്പുമല്ല വെച്ചിരുന്നത്, വെപ്പുമല്ല തെറിച്ചു പോയി, പക്ഷെ സാത്താൻ പോയില്ല എന്ന് ഞാനൊരു പ്രസംഗത്തിൽ കേട്ടതുപോലെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തെല്ലാം പിശാചിന്റെ ചരക്കുകൾ നമ്മുടെ ജീവിതത്തിൽ അതേ ഉണ്ടെങ്കിലും പിശാചിനെ ശാസിച്ചാലും സാത്താൻ എന്ത് ചെയ്യുകയില്ല, പറഞ്ഞാട്ട് വിട്ടുപോകുകയില്ല എന്നുള്ള കാര്യം ഇന്ന് പകൽ. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവം, ക്രിസ്തുയേശുവിന്റെ ഭാവം, ആ സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, അവന്റെ ഇച്ഛ, അവന്റെ വില്ല്, എന്താ ഞാൻ പറയാം, പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. അതായത് സ്തോത്രം ചെയ്യുന്നു, മനുഷ്യന്റെ സൃഷ്ടിയോടുള്ള ബന്ധത്തില് എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തെ പോലെ മനുഷ്യനെ ഒരുമിച്ച് പറ, കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധിച്ച്, ദൈവത്തെ പോലെ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അത് വാക്കിനർത്ഥം ദൈവത്തിന്റെ സ്വഭാവ ഗുണങ്ങളോടുകൂടി മനുഷ്യനെ എന്ത് ചെയ്തു? അപ്പം മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പൊ ദൈവത്തിന്റെ ദിവ്യ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ആ സ്നേഹം, ആ ഇച്ഛ, ആ വില്ല്, ആ താഴ്മ, ക്രൂശിലെ വിനയം, പിതാവ് ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാൻ ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള മനോഭാവം നാം ജീവിതത്തിൽ ഉണ്ടാകണം. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഉണ്ടാകുമെങ്കിൽ മാത്രമേ ഈ തിരുമേശയിലേക്ക് നിങ്ങൾ കൈനീട്ടാവൂ. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞത്? അതുകൊണ്ട് സത്യം ഒരിക്കലും പരാജയപ്പെട്ടു പോവുക. നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾ ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെട്ടു പോവുകയില്ല. പീലാത്തോസ് പറഞ്ഞ കാര്യം എന്താ? സ്തോത്രം ചെയ്യുന്നു. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് എന്തല്ല, അവൻ സാക്ഷാൽ മഹാപുരോഹിതൻ പറഞ്ഞതെന്താ, ശതാധിപൻ പറഞ്ഞതെന്താ? ഇവൻ സാക്ഷാൽ ദൈവപുത്രനാണെന്ന് ഞാൻ അറിയുന്നു. സത്യത്തെ ഒരിക്കലും, പ്രിയപ്പെട്ടവരെ, സത്യത്തെ കുടിച്ചുകൂടിയാലും സത്യം ഒരിക്കലും ചെയ്യും, ഉയർത്തെഴുന്നേൽക്കും. ഒരു സ്വന്തം പറയാൻ പറ്റുമോ? നമ്മളെ നശിപ്പിക്കാൻ നോക്കിയാലും, നമ്മുടെ ആത്മീയ ജീവിതത്തിന് വിരോധമായിട്ട് ആരെല്ലാം എന്തെങ്കിലും അസത്യങ്ങളും പറഞ്ഞു പരത്തിയാലും, നമുക്ക് വിരോധമായിട്ട് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാല് നമുക്ക് വിരോധമായിട്ട് അസത്യങ്ങൾ പറഞ്ഞു പരത്തിയാൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടി വെളിപ്പാട് പറയട്ടെ, സത്യം ഉയർത്തെഴുന്നേൽക്കും. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ആ ഭാഗത്തിട്ടുണ്ട്. സത്യം പതുക്കെ സഞ്ചരിക്കും, പോസ്റ്റ് വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? 10 പേര് ഇങ്ങനെ ചേർന്ന് നിന്നിട്ട് ഒരുത്തൻ പറയുന്നു, നിന്റെ പപ്പ എവിടെ പോയി? അവൻ പറഞ്ഞു, പപ്പ കോഴിക്കോട്ട് പോയി. 10ാമത്തെ ചെവിയിലെത്തുമ്പോൾ കോഴിയെ കട്ടുകൊണ്ട് പോയി പറഞ്ഞതുപോലെ. സ്തോത്രം ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അത് ആ സത്യം കൃത്യമായ കോഴിക്കോട്ടെന്നുള്ള പോയി എന്നുള്ളത് എടുക്കാൻ വേണ്ടി സമയമെടുക്കും എന്ന് പറഞ്ഞതുപോലെ, സത്യം പതുക്കെ സഞ്ചരിക്കുമ്പോൾ പോസ്റ്റ് അതിവേഗത്തിലെത്തിക്കൊണ്ടിരിക്കും, പാഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ സംയമനത്തോടുകൂടി, ക്ഷമയോടുകൂടി, വിനയത്തോടുകൂടി സത്യമെന്ന അരക്കെട്ട് നമ്മൾ ധരിച്ചുകൊണ്ട് സാത്താനോട് എതിർത്ത് നിൽക്കുവാനായിട്ട്, പിശാചിനോട് ഫൈറ്റ് ചെയ്യുവാനായിട്ട് സത്യമെന്ന അരക്കെട്ട് ധരിക്കുന്നവരായിട്ട് നമ്മൾ ഈ ദിവസങ്ങൾ തീരണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പിശാചിനോട് എതിർക്കുവാൻ കഴിയില്ല. 2ാമത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, 2ാമത്തെ പോലെ എഫേസ്യ ലേഖനം 6-ാമത്തെ വായിക്കണ്ട, 12ാമത്തെ വാക്യം താഴോട്ട് നീതി എന്ന കവചത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ടല്ലേ. പിശാചിനോട് എതിർക്കുവാൻ 1ാമതായിട്ട് സത്യമെന്ന് അരക്കട്ടെ, 2ാമതായിട്ട് നീതി എന്ന കവചം. നെഞ്ചിനും വയറിനും മുകളിലായി ധരിക്കുന്നതും കനം കുറഞ്ഞതുമായ ഒരു ലോകപ്പാളിയാണ് കവചം. ഇത് ശത്രുവിന്റെ വാളോ വെടിയുണ്ടയോ അമ്പുകളോ കത്തികളോ ഒന്നും ഏൽക്കുകയില്ല. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ഹലോ, എന്നോട് നോക്കിയാട്ടെ, കുറഞ്ഞൊരു അല്ലേ പറഞ്ഞു. സ്തോത്രം ചെയ്യുന്നു. നോക്കിക്കേ, നെഞ്ചിനും വയറിനും മുകളിലായി ധരിക്കുന്നതും കനം കുറഞ്ഞതുമായ ഒരു ലോകപ്പാളി. ഇത് ശത്രുവിന്റെ വാളോ വെടിയുണ്ടയോ അമ്പുകളോ കത്തികളോ ഒന്നും ഏൽക്കുന്നില്ല. അതാണ് കവചം. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ഇതിനെ നോക്കി ശ്രദ്ധിച്ച്, നമ്മുടെ നീതി എന്ന കവചം ആരാ? കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചത്, കർത്താവായ യേശു ആകുന്നു നമ്മുടെ നീതി എന്ന കവചം. യേശുവിന്റെ നീതിവസ്ത്രം ധരിക്കുന്ന ഒരുവന് പിശാചിനെ ഭയക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഉള്ളവര് പിശാചിന് പേടിയാകുന്നു എന്നുള്ളതിനെ കുറിച്ചും കഴിഞ്ഞ ഫ്രൈഡേ 2 കാര്യങ്ങൾ അത് ഞാൻ വെള്ളിയാഴ്ച പറയുവാനിടയായി. ഇനി നമ്മുടെ സ്വയമീകരണങ്ങളെല്ലാം ചാമ്പലാക്കി മാറ്റണം. മലയാളം ഞങ്ങളുടെ സാമൂഹ്യ ഉണ്ട്, മലയാളം കൂടുതലായിട്ട് അവൻ അറിയുകയില്ല. കർത്താവിന് സ്തോത്രം, അവൻ ജനിച്ചു വളർന്ന് അവിടെ ആയതുകൊണ്ട് സ്വത്രം ശ്രദ്ധിച്ച് ദൈവത്തിന്റെ സ്വത്രം, അതായത് സ്വയനീതീകരണത്തെ എന്താക്കണം? ചാമ്പലാക്കി മാറ്റണം. അഹങ്കാരങ്ങൾ, ഗർവുകൾ, എനിക്ക് എത്ര അറിയാം, ഞാൻ ഒറ്റ ഇരിപ്പാണ്, നിങ്ങളാരുമല്ല, എല്ലാം അറിയാം, തികഞ്ഞവരാണ്.
ഈ ഒരു സ്വയം നീതീകരണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്ത് ചെയ്യണം? ചാമ്പനാകത്തിടത്തോളം കാലം കർത്താവേ വാക്കും ഭാഷണവും കൂടാതെ ആരാധന എന്ന് പറഞ്ഞാൽ എന്താ? കുറെ കൈയടിക്കുന്നതും ബഹളം കൂട്ടുന്നതും മാത്രമല്ല പ്രിയപ്പെട്ടവരെ ആരാധന എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതെല്ലാം നല്ല കാര്യങ്ങളാണ്. ആരാധനയുണ്ട്, ബഹളമുണ്ട്, ശബ്ദമുണ്ട്, കോലാഹലങ്ങളുണ്ട്. രാജാവുള്ളിടത്ത് രാജകോലാഹലം, ഇതെല്ലാം ശരിയാണ്. പക്ഷേ ഞാനിന്ന് പകൽക്കാലം പറയട്ടെ, സ്തോത്രം ചെയ്യുന്നു. ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? വേറൊരു നിർവചനം കൂടെ, വാക്കും ഭാഷണവും കൂടാതെ കർത്താവേ ഞാൻ ഒന്നുമില്ല എന്ന് അവന്റെ സന്നി അടിയറ പറയുന്നതാണ് ആരാധന. ആ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകണം, ക്രൂശിനെ ധ്യാനിക്കണം. ബുദ്ധിപ്പൊട്ടിച്ചാൽ പോലും കണ്ണുനീര് വരാത്തവരായിരുന്നു പലരും. എത്ര ദിവസമായിരുന്നു കരഞ്ഞിട്ട്? നിങ്ങളാരും എല്ലാവരെയും കുറിച്ചല്ല പറയുന്നത്. കരയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഭാഷ, പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. കർത്തൃമേശയ്ക്ക് പോലും ഒന്ന് കരയാൻ പറ്റുന്നില്ല. ഹലോ, തിരുവചനം കേൾക്കുമ്പോഴും കർത്താവിന്റെ ക്രൂശുമരണത്തെ ധ്യാനിക്കുമ്പോഴും കർത്താവിന്റെ സ്തോത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. സ്തോത്രം. ഹലോ, എന്നോട് വന്നേ, സ്തോത്രം. കരയാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ? അയ്യോ, എന്റെ പുത്രിയുടെ വിഹിതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് ഇരമ്യാവ് പറയും, എനിക്ക് എന്റെ തല എന്താകണം? പറ. എന്റെ തല വെള്ളമായി, എന്റെ കണ്ണുനീര് ഉറവയാക്കി മാറ്റണമേ എന്ന് ഇരമ്യാവ് കരയുന്ന പ്രവാചകനായിട്ടാണ് ഇരമ്യാവ്. നിങ്ങൾ കരയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾ ജയിച്ചവരാണ്. ഹലോ, ഇങ്ങനെ നോക്കിക്കേ. നിങ്ങൾ കരയുന്നുണ്ടെങ്കിൽ പറയും, നിങ്ങൾ ജയിച്ചവരാ. നിങ്ങൾ കരയുന്നില്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടവരാണ്. ഒരു നിമിഷം പോലെ ദൈവസേന കരയാത്തവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതുവരെയും ദൈവസന്നിധിയിൽ മുഴങ്കാലം അടക്കുമ്പോൾ കരഞ്ഞു പ്രാർത്ഥിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാനിവിടെ ഓർപ്പിക്കുന്ന ഒരു കാര്യം പറയട്ടെ. എന്റെ ആവർത്തന വിരസതയല്ല. കഴിഞ്ഞ ദിവസങ്ങൾക്കൊന്നും ഞാൻ പറഞ്ഞല്ലോ, 15 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ യേശുവിനെ പോലെ ആകുന്നു എന്നും. ഇങ്ങോട്ട് നോക്കിയാൽ 5 മണിക്കൂർ പ്രാർത്ഥിക്കുന്നവന് യേശുവിന്റെ കുറെ സ്വഭാവം ഉണ്ടാകുന്നു എന്നും. 1 മിനിറ്റ് പോലും കരഞ്ഞ് പ്രാർത്ഥിക്കാത്തവൻ തനി പിശാചായിട്ട് എന്ത് ചെയ്യുന്നു? മുഖം കാണുമ്പോൾ അറിയാം. വികൃത മുഖം, ചളിച്ച മുഖം, പ്രത്യാശയില്ലാത്ത മുഖം, കോപത്തിന്റെയും ശാഠ്യത്തിന്റെ മുഖം, സ്വത്രം ചെയ്യുന്ന പ്രാകൃതമായ മുഖം. എനിക്ക് ഈ ചിലരൊക്കെ കാണുമ്പോൾ അറിയാം, നിങ്ങളല്ല, മുഖത്തിന് സന്തോഷമില്ല, ഒരു സന്തോഷമില്ല. എത്ര കിട്ടിയാലും സന്തോഷമില്ല, തികയത്തില്ല. കർത്താവിന് സ്വത്രം ചെയ്യുന്നു. എത്ര നന്മകൾ കിട്ടിയാലും സന്തോഷിക്കുവാൻ കഴിയുന്നില്ല. സന്തോഷമില്ലാത്ത മുഖമല്ല. സ്തോത്രം പറ. ഞാൻ വചനം ഒന്ന് മനസ്സിലാക്കി. എല്ലാത്തിനും നമ്മൾ എങ്ങനെ ആയിരിക്കണം പറഞ്ഞാട്ടെ. തൊട്ടാവാടി പോലെ വാടുന്നവരായിട്ട് തീരരുത് പ്രിയപ്പെട്ടവരെ. പൗലോസ് ലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ നോക്കിയേ. അവൻ ഞങ്ങൾ ഫലവട്ടം, പട്ടിണി, പൈതാകം, കള്ളസഹോദരന്മാർ നാമത്ത്, മാനാപമാനങ്ങള്, ദുഷ്കീർത്തി, ശക്തി എല്ലാം വന്നാലും കർത്താവിന്റെ സ്നേഹത്തിൽ നിന്നും വേർതിരിക്കാനായിട്ട് കഴിയും. ഞാൻ യേശു തമ്മിൽ എന്ത് ചെയ്തിരിക്കുന്നു? ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഉറങ്ങുന്നവരല്ലേ പറ, ഉറങ്ങുന്നവരല്ലേ പറ. ശ്രദ്ധിച്ചില്ലേ? ഇവിടെ ഉറങ്ങുന്നവരുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നല്ലപോലെ അറിയാം. കർത്താവിന് സ്വത്രം. ഞാൻ ഇവിടെ നിന്ന് കാണുന്നുണ്ടാ പറയുന്നത്. കർത്താവിന് സ്വത്രം ചെയ്യുന്നു. അതുകൊണ്ട് നീതി എന്ന കവചം എന്ത് ചെയ്യണം? നമ്മൾ ധരിച്ച് പിശാചിനോട് എതിർക്കണമെങ്കിൽ ഉറങ്ങുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റുകയില്ല? യുദ്ധം ചെയ്യാൻ പറ്റുകയില്ല. മനസ്സിലാകുന്നുണ്ടോ? ഉറങ്ങുന്നവർക്ക് ഒരിക്കലും യുദ്ധം ചെയ്യാൻ ക്ഷീണമുണ്ട്. എനിക്കറിയാം, ക്ഷീണമുണ്ട്. എനിക്കും ഭയങ്കര ക്ഷീണമാണ്. കുഞ്ഞുങ്ങളെ കൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ വന്നതുകൊണ്ട് യാത്രകൾ ഒത്തിരി ഉണ്ട്, ക്ഷീണമാണ്. പക്ഷെ ദൈവസന്നിധിയിൽ എനിക്ക് ഒരു ക്ഷീണവുമില്ല. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. മനസ്സിലാകുന്നുണ്ടോ? പിശാചിനോട് നമുക്ക് എതിർക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ഇബ്രായ ലേഖന കർത്താവ് പറയുന്നത്, കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആമേ, ശത്രു ഏത് വിധത്തിൽ നിന്നും അമ്പെയ്ത് വിടുന്നെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. കുഴഞ്ഞ മുഴങ്കാലും തളരുന്ന കൈയും. നിങ്ങൾ നോക്കിക്കേ, കുഴഞ്ഞ മുഴങ്കാലും തളരുന്ന കൈ കൊണ്ട് ഒരിക്കലും ഒരാളുടെ കൈ തളർന്നു കിടക്കുക, പൊക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് ബലമില്ലല്ലേ? ലേഖനകർത്താവ് അങ്ങനെ പറയും, ബലമില്ല. അപ്പൊ കുഴഞ്ഞ കൈ കൊണ്ട് ഒരിക്കലും ശത്രുവോട് യുദ്ധം ചെയ്യാനായിട്ട് പറ്റില്ല. ആത്മീയമായിട്ട് നിങ്ങൾ എടുക്കണം. കർത്താവിന് സ്തോത്രം. ആത്മീയ മന്ദത നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ആത്മീയമായി കുഴഞ്ഞു കിടക്കുന്നവരാണെങ്കിൽ, തളർന്നു കിടക്കുന്നവരാണെങ്കിൽ, എത്ര ബലഹീനത നമ്മുടെ ജീവിതത്തിലുണ്ട്. ശരീരത്തിന് ബലഹീനതയുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? പ്രായമുള്ള അപ്പച്ചന്മാരും മാതാക്കന്മാരും പിതാക്കന്മാരും നമ്മുടെ സഭയിലുണ്ട്. പക്ഷെ അകത്തൊരു തീ ഉണ്ടെങ്കിൽ, മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം ചെയ്യുന്നു. ഒരു ബലമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, ഒരിപ്പിച്ച് പറ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, വാതർന്ന് പറ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും
മതിയായവനാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ശരീരത്തിൽ ബലഹീനതയുണ്ട്, പ്രയാസങ്ങളിൽ രോഗമുണ്ട്, വിഷയങ്ങളുണ്ട്. പക്ഷേ ഈ ബലം നമുക്ക് വരുമ്പോൾ, ദൈവസാന്നിധ്യം ആ ശക്തി അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ചട്ടക്കുടഞ്ഞങ്ങോട്ട് എഴുന്നേക്കും. കൈയെല്ലാം ബലപ്പെട്ട് ശത്രുവിനോട് നമുക്ക് നീതി എന്ന കവചം ധരിച്ച് ശത്രുവിനോട് യുദ്ധം ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ അതായത് പല അമ്പുകൾ ശത്രു വിടുന്ന പല അമ്പുകൾ തറച്ച് നമ്മൾ തറയിൽ കിടക്കേണ്ടി വരും. മനസ്സിലാകുമെന്ന് എനിക്കറിയുന്നില്ല. ഞാൻ നിമിഷത്തിലേക്ക് വരാം. പാട്ടുകാരൻ പറയുന്നത് എന്തുവാ? നാനാവിധ പരീക്ഷകൾ. അങ്ങനല്ലേ പാട്ടെങ്ങനെ? വേദനകൾ നന്നായെനിക്കുണ്ടായിടിലും നാഥനിൽ ധ്യാനിച്ചുകൊണ്ട് ക്ഷീണം മാറുന്നു. സമയമില്ല പാടാം. നാനാവിധ പരീക്ഷകൾ കർത്താവിന് സ്തോത്രം ചെയ്തു. മുന്നിലും പിന്നിലും പരീക്ഷണങ്ങൾ ഒത്തിരിയുണ്ട്, പരിശോധനകൾ ജീവിതത്തിലുണ്ട്, അമ്പുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് ശത്രുവിന്റെ അമ്പുകൾ. തീയമ്പെന്നാ പറയുന്നത്. തീയമ്പെന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? റോമൻ പടയാളി അമ്പിന്റെ അറ്റത്ത് തുണി കൊണ്ട് കെട്ടി വിഷമേറിയത് അതിൽ പുരട്ടി അമ്പിന്റെ അറ്റത്തിൽ തുണി കൊണ്ട് വരിഞ്ഞു കെട്ടിയതിനു ശേഷമായിട്ടും വിഷമേറിയ എന്തോ മാരക വിഷം അതിനകത്ത് സ്തോത്രം കലർത്തിയിട്ടാണ് എഴുതി വിടുന്നത്. അത് ഏൽക്കുന്നവൻ എന്ത് ചെയ്യും? തക്ഷണം മരിച്ചു വീഴുമെന്നാണ് ഞാൻ പുസ്തകത്തിൽ വായിച്ചത്. ഇതുപോലെ ശത്രുവിന്റെ തീയമ്പുണ്ട്. നമ്മുടെ കുടുംബത്തെ തകർക്കാൻ, കുഞ്ഞുങ്ങളെ തകർക്കാൻ, ഭാവിയെ തകർക്കാൻ, നശിപ്പിച്ചു കളയാൻ, ഇല്ലാതാക്കുവാനായിട്ട് ശത്രുവിന്റെ തീയമ്പുണ്ട്. ഈ തീയമ്പ് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്തോണം? പറഞ്ഞേ, നീതി എന്ന കവചം. മനസ്സിലായോ? സഹോദരന്മാരെ നിങ്ങൾ എന്നോടുണ്ടോ? സ്തോത്രം. അല്ലെങ്കിൽ അമ്പയൊക്കെ നമ്മുടെ തറയിൽ എന്ത് ചെയ്യും? വീടും. മനസ്സിലാകുമല്ലോ ഞാൻ പറഞ്ഞത്? എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിയുകയില്ല. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ എൻ്റെ ജീവിതാനുഭവത്തിൽ കൂടി വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട ജീവിതാനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ശുശ്രൂഷാ മേഖലകളിൽ പലതും അഭിമുഖീകരിക്കേണ്ട അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അവിടെയൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ച് ജയമെടുത്ത ചില പ്രത്യേക ഘട്ടങ്ങൾ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അനുഭവത്തിൽ കൂടി കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ അനുഭവത്തിൽ കൂടി ഞാൻ നിങ്ങളോട് പറയുന്നത്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പല കാര്യങ്ങൾ ഞങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പലതും ഞങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രാർത്ഥിച്ച് ശത്രുവിനോട് യുദ്ധം ചെയ്യുന്ന ചില അനുഭവങ്ങളിലേക്കൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ക്രിസ്തുവിൽ നമ്മളെപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൽ ഞങ്ങളെപ്പോഴും, ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ, സത്യസന്ധമായി നീതി എന്ന, അതായത് സത്യമെന്ന് അരക്കെട്ട് ധരിച്ച, നീതി എന്ന കവചം ധരിച്ച് സത്യസന്ധമായി ആത്മാർത്ഥമായി പരമാർത്ഥ ഹൃദയത്തോടെ നമ്മൾ സേവിച്ചാൽ ഒന്നിനും മുട്ട് അല്ലെങ്കിൽ ഇത് നീന്തിക്കൊണ്ടേ എത്ര അധ്വാനിച്ചാലും ഓട്ടസന്ധി. ഇങ്ങോട്ട് നോക്ക്, എൻ്റെ മുഖത്തേക്ക് നോക്കിയാട്ടെ, കുഞ്ഞിരിക്കാതെ എല്ലാവരും സന്തോഷത്തോടെ നോക്കി. എത്ര നിങ്ങൾ അധ്വാനിച്ചാലും നിങ്ങൾക്കറിയാമോ? സ്തോത്രം ചെയ്ത കഷ്ടതയെക്കുറിച്ച് നമ്മൾ പഠിച്ചു വരുമ്പോൾ വ്യത്യസ്തമായ നിലയുണ്ട്. പരീക്ഷയുണ്ട്, പരിശോധനയുണ്ട്. പരിശോധന എന്ന് പറഞ്ഞാൽ ആര് തരുന്നതാ? ദൈവം തരുന്നതാ. പരീക്ഷ എന്ന് പറഞ്ഞാൽ ആര് തരുന്നതാ? സാത്താൻ തരുന്നതാ. അപ്പൊ പരിശോധനയും പരീക്ഷയും തമ്മിൽ ദൈവമക്കൾ തിരിച്ചറിയണം. മനസ്സിലാകുമ്പോൾ ഞാൻ പറഞ്ഞത്? അപ്പൊ പരിശോധനയിൽ കൂടി കടത്തിവിടുന്ന ദൈവമക്കളുണ്ട്. അവരെ ആ പരിശോധനയിൽ കൂടി കടത്തിവിട്ടിട്ട് ദൈവം അവരെ അനുഗ്രഹിക്കും. ഞാൻ അതല്ല പറയുന്നത്. ദൈവവചന പ്രകാരം നമ്മുടെ ജീവിതം പരമാർത്ഥ ഹൃദയത്തോടല്ല നമ്മൾ സേവിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് ചെയ്യും? കുഴഞ്ഞു പോയി. മനസ്സിലായോ? വലിയവരോടും ചെറിയവരും മനസ്സിലായോ? നിങ്ങൾ ആരാധിച്ചാൽ ആത്മാർത്ഥമായിട്ട് ആരാധിക്കണം, പരമാർത്ഥ ഹൃദയത്തോട് ആരാധിക്കണം, ഏകാഗ്രതയോട് ആരാധിക്കണം. പണ്ടൊരു അമ്മച്ചി ആരാധനയ്ക്ക് ഇരുന്നപ്പം ഉറങ്ങിപ്പോയി. അമ്മച്ചി ഉറങ്ങിപ്പോയ സമയത്ത് എന്തെന്നറിയാമോ? അമ്മച്ചിയുടെ കണ്ണിലിരുന്ന കണ്ണാടി വലിച്ചൊരു ഒറ്റ എറിയുന്നു. ചെന്ന് കൊണ്ടത് ഒരു അമ്മാമ്മയുടെ നെഞ്ചിലാണ്. നടന്ന സംഭവം, ഡൽഹി നടന്ന സംഭവം. പ്രശ്നമായി. സമാധാനത്തിന് ഭക്തിയിൽ അമ്മച്ചി എറിഞ്ഞതാണ്. പ്രശ്നമായി. ഉറങ്ങിപ്പോയപ്പോഴേ എറിഞ്ഞത്. എന്തോ അവ പാസ് പറഞ്ഞു, വെള്ളം ഉണ്ടാക്കരുത്, തിരുമേശുണ്ട്. ആ അമ്മച്ചി എങ്ങനെ സംഭവിച്ചു പോയതാ, വെള്ളം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. നല്ല വേദനയില്ല. ഏറെന്ന് പറഞ്ഞാൽ നല്ല എറിയായിരുന്നു. അമ്മയുടെ മാറത്തി ഒന്നുകൊണ്ട് സഹായം കഴിഞ്ഞിട്ട് അമ്മച്ചോട് ചോദിച്ചു, എന്താ അമ്മച്ചി സ്വപ്നം കിട്ടുക? എന്ത് സ്വപ്നം വേണ്ടത്? ഞാൻ മീൻ കറി വെച്ചപ്പോൾ ഒരു പൂച്ച കൊണ്ട് തട്ടി വിട്ടു. അത് കണ്ട് പൂച്ചക്കെട്ട് എറിഞ്ഞാണ് അമ്മ മിഠായത്.
ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ കൂടെ എന്ത് ചെയ്യും? ആത്മീയ മന്ദത പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാനായിട്ട് സാധ്യതകൾ ഏറെ ഉണ്ടെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത് മാത്രമേ ഉള്ളൂ. ഇതൊരു ഫലിതമല്ല, ഇതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആത്മീയ മന്ദതകളെ വെടിഞ്ഞ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നീതി എന്ന കവചം നമ്മൾ ധരിച്ച് പ്രിയപ്പെട്ടവരെ ഞാൻ കുഴയാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ്. ശത്രു ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം, ശത്രു നമ്മുടെ അത് അരിയിലുണ്ട്. അവന് ഇടം നമ്മൾ എന്ത് ചെയ്യരുത്? അവനിടം കൊടുക്കരുത്. കൊടുത്താൽ അവൻ എന്ത് ചെയ്യും? കൊടുക്കാതിരിക്കാനാണ് ആദാമിനെയും ഹവ്വയോടും ഒക്കെ ദൈവം പറഞ്ഞത്, വേലി സൂക്ഷിച്ചോണം, അകത്തെന്ത് ചെയ്യരുത്? കയറ്റരുതെന്ന് പറയാൻ കാരണം തോട്ടം സൂക്ഷിച്ചോണം. അതുകൊണ്ട് ശത്രുവിന് ഇടം എന്ത് ചെയ്യരുത്? നമ്മൾ കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്തോണം? നമ്മുടെ വീട്ടിൽ പ്രഭാതത്തിന്റെ പ്രാർത്ഥന പലപ്പോഴും ഞങ്ങളുടെയൊക്കെ എന്റെയൊക്കെ ജീവിതത്തിൽ അതൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ട്. പ്രഭാത പ്രാർത്ഥനകളും സന്ധിക്കുന്ന ആത്മാവിനെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്ത് ശത്രുവിന് ഇടം കൊടുക്കാതെ എന്ത് ചെയ്യണം? ഒരു പഴുതും അവന്റെ എല്ലാ പഴുതുകളും അടച്ച് നമ്മുടെ കുടുംബത്തിന് വിരോധമായി, തലമുറകൾക്ക് വിരോധമായിട്ടുള്ള അവരെല്ലാ പഴുതുകളും അടച്ച് നമ്മൾ എന്ത് ചെയ്യണം? ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതാണ് നീതി എന്ന പറഞ്ഞിട്ട് കവചം. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം ചെയ്യുന്നു. ഇനി നമ്മുടെ ഉള്ളിൽ സ്തോത്രം ചെയ്യുന്നു ഈ നീതി എന്ന കവചം. കഴിഞ്ഞ സമർപ്പിച്ച പോലെ തന്നെ വരാത്തവർക്കൂടെ കൂടി നമ്മൾ നീതിമാന്മാരാ പ്രിയപ്പെട്ടവരെ. ആണോ? ഇങ്ങോട്ട് നോക്കിക്കേ, നമ്മൾ നീതിമാന്മാരാണ്. സ്തോത്രം. നമ്മൾ നീതീകരിക്കപ്പെട്ടവരായതുകൊണ്ട് നമ്മൾ എങ്ങനെയാ? തെളിവ് പറയാമോ നിങ്ങൾക്ക്? ആർക്കെങ്കിലും തെളിവ് പറയാമോ? സ്തോത്രം. റോമാലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ടും അല്ലെ? അങ്ങനല്ലേ? അപ്പം റോമാലേഖനം 5-ാം അധ്യായം, റോമാലേഖനം തന്നെ നീതീകരണം എന്നുള്ള സബ്ജക്റ്റാണ്. അതുകൊണ്ട് നമ്മൾ നീതിമാന്മാരാണ്. ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾ നീതിമാന്മാരാണ്. നമ്മളെ നീതീകരിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്താ? അതുകൊണ്ട് നമ്മളോട് പിശാച് വന്ന് പറയും, നീ നീതിമാനല്ല, രക്ഷിക്കപ്പെട്ടവൻ ആണെങ്കിലും നിന്റെ രക്ഷ ശരിയാണോ? വീണ്ടും ജനനം ശരിയാണോ? സ്തോത്ര. നീതിമാനാണോ? നീ രക്ഷിക്കപ്പെട്ടതാണോ? ഞാൻ കഴിഞ്ഞ ദിവസം ഉറപ്പിച്ച പോലെ സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടെങ്കിൽ ഇപ്പൊ കൈ ഉയർത്തേണ്ട, ധൈര്യമായിട്ട് കൈ ഉയർത്താൻ പറ്റുമോ? ഇപ്പം നമ്മുടെ കർത്താവ് വന്നാൽ ഈ ശരീരത്തിലിരിക്കുന്ന ഈ ഉടുപ്പും ഈ വസ്ത്രവും എല്ലാം കൂടെ അങ്ങ് മാറും. എന്നിട്ട് പുതിയൊരു വസ്ത്രം നമ്മൾ എന്ത് ചെയ്യും? ഹലോ, ഇപ്പം കർത്താവ് വന്നു കഴിഞ്ഞാൽ ഈ ശരീരത്തിലെ വസ്ത്രമെല്ലാം മാറി പുതിയൊരു തേജസ്സിന്റെ വസ്ത്രം കിട്ടും. ഈ വസ്ത്രം ധരിച്ച് പോകുമെന്ന് ഉറപ്പുണ്ടോ? സ്വതന്ത്രം. കൈയൊന്നും ഉയർത്തണ്ട. എനിക്കറിയാം, ഉറപ്പുണ്ടോ നിങ്ങൾക്ക്? ഹലോ, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? സ്വതന്ത്രം ചെയ്യുന്നു. നീതി വസ്ത്രം ധരിച്ചുകൊണ്ട് തേജസ്സിന്റെ വസ്ത്രം ധരിച്ച് പണ്ടൊരു ഭാഷ പറഞ്ഞതുപോലെ അവൻ വേഗം വരുന്നു. ഉൾപ്പിക്കുന്ന കാല് തെന്നി, പാസ് വേഗം വരുന്നു, കാല് തെന്നി വല്യമ്മേരെ മണ്ടച്ചു. വല്യമ്മ പറഞ്ഞത് ഇത്ര പെട്ടെന്ന് വരുമെന്ന് എന്ന് പറഞ്ഞതുപോലെ പോലെ അങ്ങ് വേഗം വരുന്നു പറയാൻ തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി ഇതുവരെ വന്നില്ല. സ്തോത്രം എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. പ്രിയരെ, ഇന്ന് പകൽക്കാലം പറയട്ടെ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ആ തേജസ്സിന്റെ വസ്ത്രം ധരിച്ച് നമ്മുടെ നിത്യതയിൽ എത്തപ്പെടുവാനായിട്ട് എത്ര പേർക്ക് താല്പര്യമുണ്ട്? കർത്താവിന് സ്തോത്രം. ഞാൻ രക്ഷിക്കപ്പെട്ടതെന്ന് ഉറപ്പുണ്ടോ? സാത്താൻ വന്ന് നമ്മുടെ മനസ്സിനകത്ത് മന്ത്രിക്കും, നീ രക്ഷിക്കപ്പെട്ടതാണോ? നീ സ്നാനപ്പെട്ടത് ശരിയാണോ? നീ രക്ഷിക്കപ്പെട്ടത് ശരിയാണോ? നീ വീണ്ടും ജനിച്ചത് ശരിയാണോ? ഇങ്ങനെയുള്ള സംശയ വിചാരങ്ങൾ പിശാച് നമ്മുടെ മനസ്സിനകത്ത് മന്ത്രിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്നും അകറ്റിക്കളയാൻ തന്ത്രപരമായി സാത്താൻ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവ് നീതി എന്ന കവചം ധരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അവനോട് അവിശ്വാസം, സംശയിക്കുന്ന ഹൃദയം നമ്മുടെ ജീവിതത്തിൽ വരാതെ ഞാൻ രക്ഷിക്കപ്പെട്ടതാണെന്നൊരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എന്താ നിങ്ങളെല്ലാവരും മന്ദത പിടിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ രക്ഷിക്കപ്പെട്ടതാണെന്നൊരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഞാൻ സ്നാനപ്പെട്ട ദൈവവൈതലാണെന്നുള്ളൊരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഞാൻ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചെന്ന് ഉറപ്പുണ്ടായിരിക്കണം. പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവര് അന്യഭാഷ പറയണം. എനിക്ക് ദുഃഖം തോന്നി ഇവിടെ ഇരുന്ന് ഞാൻ ആരാധിച്ചു, സങ്കടം തോന്നി. സത്യം തുറന്ന് പറയുക, പോട്ടെ, അതിന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സ്തോത്രം. പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവര് സ്തോത്രം ഏതെങ്കിലും സമയത്ത് എപ്പോഴെങ്കിലും പരിശുദ്ധാത്മാവിൽ ആരാധിക്കുകയല്ല എന്റെ സഹോദരി സഹോദര. കഴിഞ്ഞ വർഷം കിട്ടിയ അന്യഭാഷയല്ലേ? സ്തോത്രം. പൗലോസ് പറയും, നിങ്ങൾ എല്ലാവരും
പറഞ്ഞേ, ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് ഈ തെറ്റിദ്ധാരണ മനസ്സിനകത്ത് കയറ്റി, അവിശ്വാസം കയറ്റിയിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. ആരൊക്കെയോ എന്തൊക്കെയോ എവിടുന്നൊക്കെയോ ഉപദേശങ്ങൾ കേട്ട് മനസ്സിനകത്ത് കയറ്റിയിട്ട് നിങ്ങൾ അഭിഷേകവും പ്രാപിക്കാതെ ഞാൻ നിങ്ങളുടെ സ്നേഹത്തിൽ വാത്സല്യത്തോടെ പറയുകയാണ്, നിങ്ങൾ അഭിഷേകം പ്രാപിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് സാത്താൻ ഒതുക്കാൻ പറ്റത്തില്ല. അദൃശ്യ മണ്ഡലത്തിലെ പിശാചിനോട് നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആത്മാവിന്റെ തലത്തിലെത്തിയേ പറ്റൂ. നമ്മുടെ സിവി ബ്രദർ ഇല്ലാത്തതിന്റെ പരാതി ഇന്ന് എനിക്ക് മനസ്സിലായി. സ്വത്രം 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 മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞത്? കർത്താവിന് സ്തോത്രം ചെയ്തു. പ്രിയരെ, എന്റെ മകൾ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, ആത്മാർത്ഥമായി പ്രബോധിപ്പിക്കുന്നത്, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം. അതിന്റെ വാഞ്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ അന്ത്യശ്വാസത്തിന് മുമ്പ്, അവസാന ശ്വാസത്തിന് മുമ്പ്, അതിന് മുമ്പെങ്കിലും പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആ കർത്താവിന്റെ നിത്യതയിൽ എത്തപ്പെടണമെന്നുള്ള അതിയായ വാഞ്ചയും അതിയായ ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. കുഞ്ഞുങ്ങളെ, വലിയവരെ, എത്ര വർഷമായി നിങ്ങൾ അന്യഭാഷ പറഞ്ഞിട്ട്? ചെറിയവരോട് നിങ്ങൾ എത്ര കിട്ടിയ അന്യഭാഷ ചുറ്റു കളഞ്ഞിട്ടല്ലേ ഇരിക്കുന്നത്? എന്നിട്ട് കസേര അന്യഭാഷ കിട്ടിയത് എന്ത് ചെയ്യുക? ആ വായൊന്ന് തുറക്കാൻ പോലും കഴിയില്ല. സ്തോത്രം സ്തോത്രം സ്തോത്രം. പിന്നെ എങ്ങനെ ബന്ധനമഴിയും, പിന്നെ എങ്ങനെ കെട്ടുകളഴിയും? സ്തോത്രം സ്തോത്രം. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയുങ്കൽ, ബാധകളൊഴിയും കോട്ടകളഴിയും ആരാധനയുങ്കൽ എന്നുള്ള പാട്ടൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, അത് അടിയണമെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ നാവിനെ എന്ത് ചെയ്യണം? തുറക്കണം, തുറക്കണം. സ്തോത്രം. എന്റെ അധരദ്വാരത്തെ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, എന്റെ അധരദ്വാരത്തെ ഒരുമിച്ച് അതുപോലും പറയുന്നില്ല. എന്റെ അധരദ്വാരത്തെ തുറക്കണമേ. നിന്റെ ആത്മാവിനെ എന്നിൽ നിന്നും എന്ത് ചെയ്യരുത്? എടുത്തു കളയരുത്. സ്തോത്രം ചെയ്യുന്നു. ഭക്തൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എവിടുന്നൊക്കെയോ എന്തൊക്കെയോ ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്ത് അങ്കുരിച്ചിട്ട് കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ ആരാന്ന് പറയുന്നില്ല, നമ്മുടെ സഭയിൽ ഒരു വ്യക്തി എന്നിട്ട് വേറൊരു ഭാഷ അവിടെ ചെന്നപ്പോൾ, അച്ചക്കൊണ്ടൊരു ഭാഷ ചെന്നപ്പോൾ നമ്മുടെ സഭയിൽ ഒരു വ്യക്തി ആ ഭാഷയോട് പറയാം, അവിടെ അങ്ങ് ബഹളം അന്യ ഭാഷയാണ്. പിന്നെ എങ്ങനെ ഗുണം പിടിക്കും? ആ വ്യക്തി പറയുന്നത് ആരാണെന്നും ചോദിക്കരുത്, ഞാൻ പറയത്തുമില്ല. പാസ്റ്റർ ഒന്ന് എന്നോട് പറഞ്ഞു, അച്ഛനെന്തോ അങ്ങനെ പറയുന്നത്. ഞാൻ പറഞ്ഞ അത് പരിശുദ്ധാത്മാവില്ല, വിശ്വാസവുമില്ല, അങ്ങനെ കിടക്കാർക്ക് വിടാൻ പറഞ്ഞു. അവിടെ അങ്ങ് ബഹളവും അങ്ങ് ശബ്ദവും അന്യഭാഷയാണ്. ചുമ്മാതെ കിടന്ന് പറയുകയാണ്. കർത്താവിന് സ്തോത്രം. പിന്നെ എങ്ങനെ ഗതി പിടിക്കും? പിന്നെ എങ്ങനെ സഭ പുരോഗമനം ഉണ്ടാകും? പിന്നെ എങ്ങനെ സഭ പ്രിയപ്പെട്ടവരെ വളരും? ഹലോ, പിന്നെ എങ്ങനെ സഭ വളരും? പിന്നെ എങ്ങനെ സഭ പച്ച പിടിക്കും? ദൈവസഭ പച്ച പിടിക്കണമെങ്കിൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്, ദൈവസഭയിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാകണം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വന്നില്ലെങ്കിൽ നിങ്ങൾ ആരാധന വ്യർത്ഥമാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങളുടെ ജീവിതത്തില്ലെങ്കിൽ നിങ്ങളുടെ ആരാധന വ്യർത്ഥമാണ്. പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നത് വ്യർത്ഥമാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, അതുകൊണ്ടാണ് മോശ പറഞ്ഞത്, തിരുസാന്നിധ്യമേണ് എന്നോട് കൂടെ ഇല്ലെങ്കിൽ എന്നെ എന്ത് ചെയ്യരുത്? സങ്കടം കൊണ്ടും വേദന കൊണ്ടും താല്പര്യം കൊണ്ടും ഞങ്ങളോട് പറയുക, നീ വാഞ്ച ചെന്ന് വീട്ടിൽ ചെന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കണം. അപ്പച്ച, യേശുവേ, ഇത് സത്യമാണെങ്കിൽ നെടുമ്പാട് വീട് സഭ വളരണമെങ്കിൽ, സഭ പുഷ്ടി പിടിക്കണമെങ്കിൽ ഇതൊരു മർമ്മമാണ്. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെയുണ്ട്. കൊട്ടാരക്കര ദൈവസഭയിൽ 20 വർഷം ഇരുന്നപ്പോൾ ആ സഭ പുഷ്ടി പിടിച്ചത് ദേശത്തിറങ്ങി ഞാൻ സുശീലം പറഞ്ഞിട്ടല്ല, ചോദിച്ചു നോക്കിക്കേ. 200-ലധികം ജനങ്ങൾ അവിടെ കൂടി, ബിസിനസ്സുകാർ. ഇന്ന് ആ സഭ IPS ഇല്ലേ, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്. കർത്താവിന് സ്തോത്രം. 200-ലധികം ജനങ്ങൾ. മാർത്തോമ സഭ ഇളകി. അച്ഛൻ എന്നെ അടിക്കാൻ വന്ന ആൾക്കാർ രക്ഷിക്കപ്പെട്ടപ്പോൾ ആ സഭ ഉണരാൻ കാരണം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിയ സഭ വെളിപ്പെട്ടു. 2 സ്റ്റെച്ചറിൽ വന്നവർ ചോദിച്ചു നോക്കി, ഞാൻ കള്ളവല്ല പറയുന്നത്. സ്തോത്രം. 2 കാലം മുടന്തരായിട്ട് വന്നവർ ആരാധന ഇരുന്നിട്ട് കൂടി. ഭൂതങ്ങൾ ബാധിച്ചവരെ പല സ്ഥലങ്ങളിൽ നിന്നും കെട്ടിക്കൊണ്ട് അവിടെ വരുമായിരുന്നു. കർത്താവിന് സ്തോത്രം ചെയ്ത് ബന്ധനം അഴിഞ്ഞവരായിട്ട് ആ സഭ വളർന്നു. വളരാൻ ഒറ്റ കാരണം കർത്താവിന് സ്തോത്രം ചെയ്തു. പ്രിയപ്പെട്ടവർ, ഇന്നും ആ സഭ അനുഗ്രഹമായിട്ട് മുന്നോട്ട് പോകുന്നതിന്റെ കാരണം എന്താ പറയാമോ? പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യ സഭയിൽ ഉണ്ടായിരുന്നുകൊണ്ട്. നമ്മുടെ സഭയിൽ നിന്നത്തെ പല സഭയിൽ നിന്നും പരിശുദ്ധാത്മാവ് വിട്ടുപോയി. വേദനയോട് അകന്നിരിക്കുമ്പോൾ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരുപക്ഷെ ഈ പ്രസംഗം
കർത്താവിന് സ്തോത്രം ചെയ്ത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയുകയില്ല. ഒരുപക്ഷെ ഞാൻ എത്ര നാൾ നിങ്ങളുടെ മുമ്പിലുണ്ടെന്ന് അറിയുകയില്ല. എന്നെക്കായും ശ്രേഷ്ഠനായും എന്നെക്കായും മിടുക്കനായ പാസ്റ്റർ വന്നാലും ദൈവസഭ വളരണമെങ്കിൽ പരിശുദ്ധാത്മ സ്നാനം നമ്മുടെ സഭയ്ക്കകത്ത് വെളിപ്പെടണം. കർത്താവിന് ഞാൻ നന്ദിയോട് സ്തോത്രം ചെയ്യാണ്. നൂറുകണക്കിന് ആൾക്കാർ, നൂറുകണക്കിന് ആൾക്കാർ കർത്താവിന് സ്തോത്രം. ഞാൻ പോകുന്ന മേഖലകളിലൊക്കെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുമ്പോൾ ഞാൻ സന്തോഷം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം യൂത്ത് മീറ്റിങ്ങുകൾക്ക് കടന്നു പോയിട്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിന്റെ നിറവിൽ കുഞ്ഞുങ്ങൾ ആരാധിക്കുമ്പോഴും യുവജനങ്ങളും യുവാക്കന്മാരും യുവതികളും ഒക്കെ ആരാധിക്കുന്നത് കാണുമ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞു പോകാറുണ്ട്. അപ്പോൾ ഞാൻ എന്റെ സമയം ചിന്തിക്കും, കർത്താവിന് സ്തോത്രം ചെയ്യും. അതുകൊണ്ട് ദിവസങ്ങൾ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ പുതിയ ആത്മാക്കൾ വേണം. പ്രായമുള്ള അപ്പച്ചന്മാരുടെ കാലഘട്ടം എത്ര നാളെ നമുക്ക് അറിയുകയില്ല പ്രിയപ്പെട്ടവരെ. അത് കഴിഞ്ഞിട്ട് ഒരു ജനറേഷൻ ഇവിടെ ഉണ്ടാകണം. കർത്താവിന് സ്തോത്രം, ഒരു തലമുറയുടെ ഭരണം. അതുകൊണ്ട് ദിവസങ്ങളിൽ ഞാൻ മടങ്ങി വരുവാൻ താല്പര്യപ്പെടുകയാണ്. എന്തൊക്കെയോ ആശയങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് സാത്താനിട്ട് പരിശുദ്ധാത്മ സ്നാനത്തിനെതിരെ, പരിശുദ്ധാത്മ സ്നാനത്തിന് അവിശ്വസിപ്പിച്ച് പല സംശയങ്ങൾ നമ്മുടെ മനസ്സിനകത്തിട്ട് നമ്മളെ പലപ്പോഴും ചിന്താക്കുഴപ്പത്തിൽ, ആശയക്കുഴപ്പത്തിലാക്കി നമ്മളെ ബന്ധിക്കുന്ന ചില വ്യാപാരങ്ങൾ ദൈവസഭയ്ക്ക് വിരോധമായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം ചെയ്യുന്നു. സാത്താന്റെ തന്ത്രമാണ് നമ്മുടെ മനസ്സിനകത്ത് എന്തിടുക? അവിശ്വാസം. മനസ്സിലായോ? വിശ്വാസമില്ലായ്മ. ഞാൻ സമർപ്പിച്ചല്ലോ. സ്തോത്രം. ഇസ്രായേൽ എന്താ പറഞ്ഞത്? സ്തോത്രം ചെയ്തു. ദൈവത്തിന് മരുഭൂമിയിൽ മേശൊരുക്കാൻ കഴിയുമോ? ദൈവത്തിന് മരുഭൂമി വെള്ളം തരാൻ കഴിയുമോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇറച്ചി തരാൻ കഴിയുമോ? കഴിഞ്ഞ സമർപ്പിച്ചല്ലോ. രണ്ട് പേര് മാത്രമേ എവിടെ എത്തിയുള്ളൂ. പറ, എന്ത് കാരണമാണ് അവര് തകർന്നു പോകാൻ കാരണം? അവിശ്വാസവും പിറുപിറുപ്പും ദുഷ്ടഹൃദയമെന്നാണ് എബ്രായ ലേഖനകർത്താവ് എഴുതി വെച്ചിരിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ വായിച്ചു നോക്കിക്ക്. അവിടെ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം, സംശയത്തിന്റെ ഹൃദയം. അവർ വിശ്വസിച്ചില്ല. സ്തോത്രം. ഒത്തിരി അത്ഭുതങ്ങൾ ഞാൻ അവർക്ക് വേണ്ടി ചെയ്തു, ഒത്തിരി അടയാളങ്ങൾ ഞാൻ അവർക്ക് വേണ്ടി ചെയ്തു, അവരുടെ തലമുറകളെ ഞാൻ അനുഗ്രഹിച്ചു, അവരുടെ കണ്ണിന്റെ മുമ്പ് ഞാൻ അത്ഭുതങ്ങളെ ചെയ്തു. അവർ ചെങ്കണ്ണെ രണ്ടായി വിഭാഗിച്ചു, യോർദാനെ രണ്ടായി വിഭാഗിച്ചു, അവർ സൂര്യനെ ചന്ദ്രനെ ഞാൻ നിശ്ചലമാക്കി. പക്ഷേ അവർ എന്റെ വചനത്തെ അവിശ്വസിച്ച് അവർ മത്സരിച്ചതുകൊണ്ട് എനിക്ക് തലമുറയോട് നീരസമുണ്ടായി. എനിക്ക് തലമുറയോട് പറ, നീരസമുണ്ടായി. എനിക്ക് തലമുറയോട് എന്തുണ്ടായി പറഞ്ഞാട്ട് ഒരുമിച്ച് പറ, നീരസം. നിങ്ങൾ എന്താ ജീവനുള്ള ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്? എന്താ അവർക്ക് കാരണം? പ്രിയരെ, നിങ്ങൾ ശ്രദ്ധിച്ച എന്താ കാരണം? അവിശ്വാസം, ദുഷ്ടഹൃദയം. മനസ്സിലാകുന്നുണ്ടോ? അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ നടത്തിപ്പുകാരനായ മോശയ്ക്ക് പോലും വിശ്വാസമില്ലാതെ വന്നു. ചെറിയ എണ്ണത്തിലേക്ക് വരുവാൻ താല്പര്യപ്പെടുന്നത് കഴിഞ്ഞ് സൂചിപ്പിച്ച പോലെ തന്നെ യേശു ജനത്തിന്റെ അവിശ്വാസ നിമിത്തം അവിടെ വീര്യപ്രവർത്തികൾ ഒന്നും എന്ത് ചെയ്തില്ല, അവൻ അവിടെ ചെയ്തില്ല എന്നാണ് വേദപുസ്തകത്തിൽ പറയുന്നത്. കർത്താവിന് സ്തോത്രം ചെയ്തു. പ്രിയരെ, ഇന്ന് പകൽക്കാലം നിങ്ങളെ പ്രബോധിപ്പിച്ച് ഭാഗത്തിന് അവസാനിപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. കർത്താവ് ദൈവത്തിന് മരുഭൂമി വെള്ളം തരാൻ കഴിയുമെങ്കിൽ, ദൈവത്തിന് വെള്ളം തരാൻ കഴിയുമെങ്കിൽ, ദൈവത്തിന് ഇറച്ചി തരാൻ കഴിയുമെങ്കിൽ, ദൈവത്തിന് ചെങ്കണ്ണ രണ്ടായി വിഭാഗിക്കാൻ കഴിയുമെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്നു ഏകനായിട്ട് മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന എന്റെ ദൈവത്തിന് സകലതും ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ ദൈവത്തിന് ഞാൻ ഒരു ഘോഷനെ പോലെ വിശ്വസിക്കുന്നു. സ്വത്രം പറ, ഒരു സ്വത്രം പറ, സ്വത്രം പറ, പറ. ഞാൻ പോഷനെ പോലെ എന്ത് ചെയ്യുന്നു പറഞ്ഞാട്ട്, പോഷനെ പോലെ എന്റെ യേശുവിനെ ഞാൻ വിശ്വസിക്കും. കണ്ണടച്ചങ്ങ് വിശ്വസിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ അന്ധമായി വിശ്വസിക്കുന്നു. അതിരുകിടന്ന് ഈ ദൈവത്തെ എന്ത് ചെയ്യുന്നു? എന്റെ കർത്താവിനെ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാട്ട് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം പറ. വിശ്വസിക്കുന്നത് കൊണ്ട് എനിക്ക് അത്ഭുതം കാണാൻ പറ്റും. സാത്താന്റെ തന്ത്രമാ ഈ അവിശ്വാസം നമ്മുടെ മനസ്സിനകത്ത് പറഞ്ഞ് ഈ ഒന്ന് രണ്ട് ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. വെള്ളം കാണുമ്പോഴും തീ കാണുമ്പോഴും വെളിപ്പെടുന്ന ഒരു ആത്മാവിനെ കുറിച്ച് വേദപുസ്തകത്തിനകത്തില്ലേ? അങ്ങനല്ലേ? ആ രോഗത്തിന്റെ പേരെന്താ? ചന്ദ്രരോഗം, അപസ്മാരമെന്ന് ഗ്രീക്ക് ഭാഷാന്തരത്തിലേക്ക്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
അവൻ ശിഷ്യന്മാരുടെ അടുക്ക് കൊണ്ടുവന്നപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സൗഖ്യമാക്കാനായിട്ട്. ശാസ്ത്രിമാരും ശിഷ്യന്മാരും തർക്കിച്ചും വാദിച്ചും കൊണ്ടിരിക്കുന്ന സന്ദർഭത്തില് യേശു അവർ എന്താണ് അവരുമായിട്ട് ഇങ്ങനെ തർക്കിച്ചും സ്വത്രം അവരാവുന്ന പണി നോക്കിയിട്ട് ഇത് എന്ത് ചെയ്യുന്നില്ല. ഹലോ, ഇത് മാറ്റാനായിട്ട് നോക്കിയിട്ട് അവരെന്ത് ചെയ്യും, കൈവച്ച് നോക്കുന്നു, അത് നോക്കുന്നു, ശാസിച്ചു നോക്കുന്നു, എല്ലാ പരിപാടിയും അവര് ഒന്നും നടക്കുന്നില്ല. കർത്താവിന് സ്തോത്രം. അപ്പൊ കർത്താവ് പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? എന്താ കർത്താവ് പറഞ്ഞ മറുപടി പറഞ്ഞാട്ട്? ശിഷ്യന്മാരെ കർത്താവ് നല്ലൊരു ഓമന പേരിട്ടു, നല്ലൊരു പേരിട്ട് കർത്താവ് വിളിച്ചു. പറയാമോ നിങ്ങൾക്ക്? സ്തോത്രം ചെന്നു, വലിയ വിശ്വാസമുള്ളവരെ എന്നാണോ പറഞ്ഞത്? സ്തോത്രം, പോഷനെ പോലെ വിശ്വസിക്കുന്നവരെ, ദൈവകൃപയുള്ളവരെ എന്നാണോ കർത്താവ് പറഞ്ഞത്? പിന്നെ എങ്ങനെയാ പറഞ്ഞത്? അവിശ്വാസമുള്ളവരെ, അല്പവിശ്വാസികളെ, അല്പവിശ്വാസികളെ, അവിശ്വാസികളെ. അപ്പം തിന്നാൻ ഇറങ്ങിത്തിരിച്ചവർ, അപ്പത്തിന് വേണ്ടി വിശ്വാസമുണ്ട്. അത് ഭയങ്കര ഇവർക്കാർക്കാ വിശ്വാസം? അപ്പം തിന്നാൻ ഇറങ്ങിത്തിരിച്ചവർ. നാം ബാക്കി വന്ന 12 കൊട്ടയായിട്ട് സ്തോത്രം ചെയ്യുന്നു. അക്കരയ്ക്ക് യാത്ര ചെയ്യും. അവർ പാടി അക്കരെ പോവാ. ബാക്കി വന്ന എത്ര കൊട്ടയുണ്ട് പറഞ്ഞേ? നമ്മുടെയൊക്കെ വിശ്വാസം എങ്ങനെയാ വരുന്നത്? അമേരിക്കയിലെ വഴി തുറക്കണം, ഇംഗ്ലണ്ടിന്റെ വഴി തുറക്കണം, പിന്നെ സ്വതം തുറന്നു വരിക. ഇതൊക്കെയാണ് നമ്മുടെ വിശ്വാസം. അതിനൊക്കെ നമുക്ക് എന്തോ ഉള്ളു പറഞ്ഞാട്ട് നമ്മുടെ വിശ്വാസം അതിനൊക്കെയാ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനിത് പലക്കാലം പറയട്ടെ, കർത്താവ് അവരെ വിളിച്ച പേരെന്താ പറഞ്ഞാട്ട്? അവിശ്വാസമുള്ളവർ, സംശയിക്കുന്നവർ, പിന്നെ അല്പവിശ്വാസികൾ. നിങ്ങൾ എന്നോടുകൂടെ ഇറങ്ങിത്തിരിച്ചു, ഒത്തിരി അത്ഭുതം കണ്ടവരാ. സ്തോത്രം. ഇനി അടുത്തത് എന്താ പറഞ്ഞത്? സ്തോത്രം. അപ്പനോട് ആ കുഞ്ഞിനെ എൻ്റെ അടുക്കിലേക്ക് അവനെന്നെ കൊണ്ടുവരാം. കുഞ്ഞിനെ കൊണ്ടുവരാം. കുഞ്ഞിനെ എടുത്ത് എന്ത് ചെയ്യുന്നു? കുഞ്ഞിനെ കൊണ്ടുപോയി അല്ലെ? സ്തോത്രം. നിങ്ങൾ നോക്കിക്കാട്ട്, കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് കർത്താവിനെ കണ്ടപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ കുഞ്ഞിന്റെ മേലെ എന്തോ ഉണ്ടായിരുന്നു. അതോ എന്താ ഇതൊരു ആത്മീയ ശുശ്രൂഷ എന്തോ ഉണ്ടായിരുന്നു. എനിക്കറിയാം ആത്മീയ ശുശ്രൂഷ ഇവിടെ ഇറക്കത്തില്ലെന്നറിയാം, എന്നാലും വേണ്ടില്ല. കർത്താവിന് സ്തോത്രം. ഇവിടെ എന്തോ ഉണ്ടായിരുന്നു? ആ കുഞ്ഞിന്റെ മേലെ ഒരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു, പൈശാചിക സ്പിരിറ്റ് ഉണ്ടായിരുന്നു. അതങ്ങ് ഇളകാൻ തുടങ്ങി. സ്തോത്രം, 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 സ്തോത്രം. എന്തോ ചെയ്യാൻ പറഞ്ഞു? അതങ്ങ് എത്ര വർഷമായി ഈ ഒരു വ്യാപാരം കൊണ്ട് നടക്കുന്നത്. ഭാവിയെ ബന്ധിച്ച് നല്ലൊരു ഭാവി വരാതെ, തലമുറയ്ക്ക് നല്ലൊരു ഉയർച്ച വരാതെ, എവിടെ ചെന്നാലും സ്തോത്രം നിൽക്കാൻ പറ്റാത്ത വിധത്തില്, നല്ലൊരു ഭാവി വരാത്ത വിധത്തില് ഇതിനെ ബന്ധിച്ചിരിക്കുക. അവസ്മാരം. തീ കാണുമ്പോൾ ഇതളകും, വെള്ളം കാണുമ്പോഴും ഇതെന്ത് ചെയ്യും? ബോധരഹിതയായിട്ട് നിലത്ത് വീഴുന്ന ഈ വ്യാപാരം ഇളകി. കർത്താവിന് സ്തോത്രം ചെയ്തു. ഇളകിയപ്പോൾ കർത്താവ് എന്ത് ചെയ്തു പറഞ്ഞാൽ അതിനെ എന്ത് ചെയ്തു പറഞ്ഞാട്ട് അതിനെ ശാസിച്ചു. സ്തോത്രം, 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 സ്തോത്രം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പൻ പറഞ്ഞത് നീ വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചപ്പോൾ അപ്പൻ പറഞ്ഞ എന്തുവാ? നിന്നാൽ സകലതും. അപ്പൊ യേശു പറഞ്ഞു കഴിയുമെന്നോ? നമ്മളങ്ങനെ നടക്കും. ഒരു പക്ഷേ ഉറങ്ങാണോ? നമ്മുടെയൊക്കെ വിശ്വാസം ഇങ്ങനെയൊക്കെ തന്നെ. അത്ഭുതം നടക്കുമോ? എത്ര നടക്കും. സാധ്യതകളുണ്ട്. അങ്ങനല്ലേ? നിങ്ങൾ നോക്കിയാണ്. സ്വതന്ത്രം, സ്വതന്ത്രം, സ്വതന്ത്രം. അങ്ങനെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ. അപ്പോൾ യേശു പറഞ്ഞു എന്തോ കഴിയുമെങ്കിൽ. സംശയമോ? കഴിയുമെങ്കിൽ എന്തോ? എന്നാ സകലതും കഴിയുമെന്നും നീ വിശ്വസിച്ചില്ല. ഇത് നിന്റെ തലമുറയുടെ വിഷയമാ, നിന്റെ കുഞ്ഞിന്റെ വിഷയമാ, നിന്റെ ഭാവി വിഷയമാ. സ്വന്തം കഴിയുമെന്നല്ല, കഴിയുമെന്ന് വിശ്വസിച്ചില്ല. കഴിയുമെങ്കിലെന്നല്ല, കഴിയുമെന്ന് വിശ്വസിച്ചില്ല. അങ്ങനെ വിശ്വസിക്കുമ്പോഴാണ് നിന്റെ കുഞ്ഞിന്റെ ഭാവിയെ ബന്ധിച്ച ബന്ധനം അടിയുമാറുന്നത്. ഞാൻ പറഞ്ഞ ഇത്രയൊക്കെ മനസ്സിലായി. തലമുറയെ ബന്ധിക്കുവാൻ, രോഗിയാക്കി മാറ്റാൻ, തീക്കകത്ത് ആക്കാൻ, ആത്മഹത്യ വരെ ഇട്ട് കളയാൻ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് ശക്തമായ ചില വെളിപ്പാടിയിരിക്കുകയാണ്. സ്വന്തം നശിപ്പിച്ച് കളയാൻ, കുടുംബത്തിന് അഡ്രസ് ഇല്ലാതാക്കാൻ. ഈ പ്രവചനം ഈ സഭയോട് ദൈവാത്മാവ് അറിയിക്കുന്നു. കുടുംബത്തിന് അഡ്രസ് ഇല്ലാതാക്കാൻ, തലമുറയുടെ അഡ്രസ് ഇല്ലാതാക്കാൻ ഗൗരവത്തോടെ വചനം ഏറ്റെടുക്കുക. ചിലരെ ലോകത്തിൽ നിന്ന് മാറ്റിക്കളയുവാനായിട്ട്, ഭവനത്തെ നശിപ്പിച്ച് കളയുവാനായിട്ട്, തലമുറയ്ക്കെതിരെ വാടകോയിൽ നിൽക്കുന്ന ചില പൈശാചിക വെല്ലുവിളികളുണ്ട്.
പരിശുദ്ധാത്മാവ് ശക്തമായി പറയട്ടെ, ഇതിന്റെ മേൽ ഒരു ജയം വേണമെങ്കിൽ നീതി എന്ന കവചം ധരിച്ചുകൊണ്ട് സാത്താനെ എതിർത്തുകൊണ്ട് അഭിഷേകമായുധമാണ് ഒരു ദൈവവൈദ്യൻ. അഡ്രസ് ഇല്ലാതാക്കാൻ, നിന്റെ വീട്ടുപേരില്ലാതാക്കാൻ, ആ വീട്ടിനകത്ത് അടച്ചുകൂട്ടിയിട്ട് ആരുമില്ലാതെ അംഗങ്ങളെ ഓരോന്നായിട്ട് വകവരുത്തുവാൻ പിശാചിന്റെ വെല്ലുവിളികളും ആയുധങ്ങളും നിനക്കെതിരെ ഇന്ന് പകൽക്കാലമുണ്ട്. എതിർക്കാൻ ഇന്ന് പകൽക്കാലം ഒരഭിഷേകം നിന്റെ മേൽ വരട്ടെ. അമ്മേ, ദൈവശക്തിയാകുന്ന ആയുധവും സത്യമെന്ന അരക്കെട്ടും നീതി എന്ന കവചം നിന്റെ ജീവിതത്തിൽ ധരിച്ചുകൊണ്ട് കടന്നു വരുന്ന തീയമ്പുകളെയും വാളുകളെയും പരിചകളെയും നാം എതിർക്കുന്ന ഒരു സംരക്ഷണം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നാം നിനക്ക് ചുറ്റും അഗ്നിമതിലായിട്ടിരിക്കാം. ഉടവനം നിന്റെ മതിലിനകത്ത്, നിന്റെ വീട്ടിനകത്ത്, നിന്റെ ഭവനകത്തിനകത്ത് ദുഷ്ടനെ എഴുതുവിടുന്ന ഒരമ്പുകളും തീയമ്പുകളും നിന്റെ വീട്ടിന്റെ അതിരിനകത്ത് കൈകാത്ത വിധത്തില് സംരക്ഷണമായി നിൽക്കുന്ന ദൈവ സാന്നിധ്യം നിന്റെ ഭവനത്തിന്റെ മേൽ, നിന്റെ തലമുറയുടെ മേൽ ഭയങ്കര ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുക. ആത്മീയ ഫൈറ്റില്ല, ആത്മീയ യുദ്ധമായി നടക്കുന്നത്. ആമേ, നിങ്ങൾ നഗ്നനേത്രങ്ങളിൽ അത് കാണാൻ കഴിയുകയില്ല. നിങ്ങൾ ആത്മീയ കണ്ടുകൊണ്ട് അത് കാണാൻ കഴിയുള്ളൂ. ആത്മാവിന്റെ കണ്ണൊന്ന് തുറക്ക്, ആത്മാവിന്റെ ഉള്ളൊന്ന് തുറക്ക്, ഉൾക്കണ്ണുകളൊന്ന് തുറക്ക്, ആത്മാവിന്റെ കണ്ണൊന്ന് തുറക്ക്, ആത്മീയ കണ്ണൊന്ന് തുറക്ക്. ഉടമനവർ അടഞ്ഞിരിക്കുന്ന കണ്ണുകൾ തുറക്കട്ടെ, ഉൾക്കണ്ണുകൾ തുറന്നൊന്ന് കാണ്. അടമനഘടകടിയ അന്തരാധബലബലബലവ ശബലബലബലവ. ഏലിശ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണിനെ തുറക്കണമേ. അടയ്ക്കപ്പെട്ട കണ്ണ്, ആത്മീയ കണ്ണ് തുറന്നപ്പോൾ അവൻ സ്വന്തം അഗ്നിമയ രഥങ്ങളോടും കുതിരകളോടും കൂടി അവൻ സ്വർഗത്തിൽ നിന്ന് വലിയ സൈന്യ പ്രവാചക ശിഷ്യന്റെ കണ്ണുകൊണ്ട് കണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അവൻ നിന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ജീസസ് അതുകൊണ്ട് പ്രിയരെ, നാം വിശ്വാസത്തിൽ നീതീകരിക്കപ്പെട്ടവരാണ് പറ. ഞാൻ ദൈവത്തിന്റെ മകനാണ് പറ. എനിക്കൊരു നിത്യത ഉണ്ട് പറ. വിശ്വസിച്ച് അവിശ്വാസം മാറ്. തെറ്റുകൾ ജീവിതത്തിൽ വരാ. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്ക്. സാത്താൻ നമ്മെ കുറിച്ച് വാദിക്കുവാൻ കഴിയുകയില്ല. ഇങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ നാം പ്രതികരിക്കണം. സ്തോത്രം ചെയ്യുന്നു. മാറി നിന്ന് പറ, പിശാചേ, യേശു ക്രിസ്തുവിന്റെ രക്തം അത് ജയത്തിന്റെ രക്തമാണ്. യേശു ക്രിസ്തുവിന്റെ രക്തം എന്റെ തലമുറകൾക്ക് ജയത്തിന്റെ രക്തമാണ്. എന്റെ സഭയ്ക്ക് ജയത്തിന്റെ രക്തമാണ്. യേശു ക്രിസ്തുവിന്റെ രക്തം അത് ജയത്തിന്റെ രക്തമാണ്. യേശു ക്രിസ്തുവിന്റെ രക്തം അത് സകല പാപങ്ങളെ പോക്കുന്ന രക്തമാണ്. ഈ രക്തം എനിക്ക് അടയാളമായിട്ടുണ്ട്. ഈ രക്തം എന്റെ ഹൃദയത്തിൽ തളിച്ചിരിക്കുകയാണ്. ഈ രക്തം എന്റെ ജീവിതത്തിൽ ഉണ്ട്. ഞാൻ ജയിച്ചവനാണ്, തോറ്റവനല്ല. എന്നെ തകർക്കാനോ, എന്നെ നശിപ്പിക്കാനോ, എന്നെ രോഗിയാക്കി മാറ്റാനോ എനിക്ക് ശാപങ്ങൾ വരുത്താനോ ഒരു അന്ധകാര തേർവാഴ്ചകൾക്ക് കഴിയുകയില്ല. ഇന്ന് പകൽ നാവ് കൊണ്ട് പറ, പിശാചേ, നീ തോറ്റവൻ. കർത്താവിന്റെ കരങ്ങളിൽ ജയിച്ചവനാണ് കർത്താവ്. സത്യമരക്കെട്ടാണ് നീതി എന്ന കവചം ധരിച്ചുകൊണ്ട് നമുക്ക് ശത്രുവിനോട് എതിർത്ത് നിൽക്കുവാനും വേണ്ട അഭിഷേകം ഈ ദിവസങ്ങൾ നമ്മുടെ മേൽ ദൈവം പകരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദിവസം പ്രാർത്ഥിക്കുക. എന്നോട് ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാണ്. ചിലരെ അമ്പെയ്ത് ശത്രു വീഴ്ത്തിക്കളയുവാൻ, തകർത്ത് കളയുവാൻ, ബോധരഗതിയായി കിടക്കുന്നത് പോലെ, ബോധം നഷ്ടപ്പെട്ട് കിടക്കുന്നത് പോലെ ചില കുടുംബങ്ങളോ ശത്രു എതിർത്ത് നിൽക്കുമ്പോൾ ഇന്ന് മകൾക്കാല അഭിഷേകത്തിൽ സനകുടൻ എഴുന്നേറ്റ് കഴിഞ്ഞ നാളുകൾ നഷ്ടപ്പെട്ട ദൈവകൃപ ആ അഭിഷേകത്തിൽ സനകുടൻ എഴുന്നേറ്റ്
ആത്മാവിന്റെ പകൽക്കാലം അവൻ ശക്തമായി ഇതിനെ ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവത്തിനെ പ്രാർത്ഥിക്കുക. ദൈവങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് യേശുവിന്റെ